2014 വർഷങ്ങൾക്ക് മുമ്പ് ഗലീലയിലൂടെ നടന്ന് നയീനിൽ ചെന്ന് ബഥാനിയിൽ ചെന്ന് കബർന്നഹൂമിൽ ചെന്ന് അത്ഭുതങ്ങൾ ചെയ്ത, അന്ധന്റെ കണ്ണ് തുറന്ന, ചെകിടന്റെ ചെവി കേൾപ്പിച്ച, ഊമരെ സംസാരിപ്പിച്ച, മരിച്ചവരെ ഉയർപ്പിച്ച, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയ, മുടന്തന്മാരെ മാനിനെ പോലെ നടത്തിയ, കടലിന്റെ മുകളിലൂടെ പാദങ്ങളൂന്നി നടന്ന, 5 അപ്പം കയ്യിലെടുത്ത് വെച്ച് വർദ്ധിപ്പിച്ച് 5000ങ്ങൾക്ക് വിളമ്പിയ, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ നാം കാണുന്നത് ദൈവവചനം എന്ന കണ്ണാടിയിലൂടെയാണ്. In the name of Jesus. In the name of Jesus. എന്താ ഇവരുടെ പ്രശ്നം? 4-5 ദിവസം കൊണ്ട് സംസാരിക്കുന്നില്ല. തുറക്കുക. യേശുവിനെ നാമത്തിൽ തുറക്കുക. യേശുവെ എന്ന് വിളിക്കുക. Come on. യേശുവേ. പറ ആമേൻ. ശബ്ദമുയർത്തി പറ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 48, 49, 50 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. The Gospel of Luke chapter 8 verse 48, 49 and 50. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടപ്പോൾ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു. Glory to God. 3 വാക്യങ്ങളിൽ നിന്ന് ഒരേ സന്ദേശം. ഒന്നാമതായി 12 സംവത്സരമായി രക്തസ്രവം ഉള്ളവളും മുതൽ മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്ത് ചികിത്സിച്ചിട്ടും സൗഖ്യം ലഭിക്കാത്തവളുമായ രക്തസ്രവക്കാരിയാകുന്ന സ്ത്രീ. രണ്ടാമത്തെ വിഷയത്തിൽ യായിറോസ് എന്ന പേരുള്ള ഒരു പള്ളിപ്രമാണിയുടെ ഒരേ ഒരു പൈതൽ, അവൾ മരിപ്പാറായി കിടക്കുന്നു. ഈ 2 വിഷയങ്ങളിലും രണ്ടും 2 തരത്തിലുള്ള വിഷയമാണ്. രണ്ടും 2 പ്രോബ്ലംസ് ആണ്. രണ്ടും 2 കുടുംബമാണ്. പക്ഷെ 2 പേരോടും യേശു ക്രിസ്തു പറഞ്ഞ വാക്ക് ഒന്നാണ്: വിശ്വസിക്കുക. രക്തസ്രവക്കാരിയാകുന്ന സ്ത്രീ സൗഖ്യം പ്രാപിച്ചപ്പോൾ യേശു അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യായിറോസിനോട് യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ നിന്റെ പൈതൽ രക്ഷപ്പെടും. ഇന്ന് രാത്രിയിൽ ഫെയ്ത്ത്, വിശ്വാസം എന്ന വിഷയം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകി തരുന്നു. എങ്ങനെയാണ് നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടാകുന്നത്? റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ദൈവവചനത്തിൻ്റെ കേൾവി നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന വ്യക്തികൾ വിശ്വാസത്തിൽ ആയത്, അല്ലെങ്കിൽ ദൈവപ്രവർത്തികളിൽ വിശ്വസിച്ചത് ദൈവവചന കേൾവിയിലൂടെയാണ്. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം, എന്താണ് വിശ്വാസം എന്ന് വെച്ചാൽ? എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ? എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യം. എന്നാൽ അത് വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയാൻ കഴിയുകയില്ല. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവും വിശ്വാസത്തിൻ്റെ
ഒരു വീട് നിലനിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അടിസ്ഥാനം സ്ട്രോങ് ആണെങ്കിൽ, അടിസ്ഥാനം പവർഫുൾ ആണെങ്കിൽ ആ വീട് നിലനിൽക്കും. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ അടിസ്ഥാനം, ഫൗണ്ടേഷൻ ഫെയ്ത്ത് ആണ്, വിശ്വാസമാണ്. നാം ദൈവത്തെ അറിയുന്നത് വിശ്വാസത്താലാണ്. നാം ദൈവത്തെ ആരാധിക്കുന്നത് വിശ്വാസത്താലാണ്. നാം സൗഖ്യങ്ങൾ പ്രാപിക്കുന്നത് വിശ്വാസത്താലാണ്. എന്താണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം? എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം നിങ്ങൾ കേൾക്കുക. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? നോക്കുക, ദൈവത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നവർക്ക് ജീവനുള്ള ദൈവമുണ്ട് എന്ന ബോധ്യമുണ്ടാകണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഓക്കെ, ദൈവത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്ന ആൾക്ക് ദൈവം ഉണ്ട് എന്ന വിശ്വാസം ഇല്ലെങ്കിൽ, ദൈവത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്ന ആൾക്ക് ദൈവം ജീവിക്കുന്നു, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന ഉറപ്പില്ലെങ്കിൽ അവൻ ആശിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവൻ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് നിശ്ചയിച്ചത് കൊണ്ട് ഒരു നന്മയും ഉണ്ടാകില്ല. എന്നാൽ ആശിക്കുന്നതിന് മുൻപ്, കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് നിശ്ചയിക്കുന്നതിന് മുൻപ് ഞാൻ സേവിക്കുന്ന ദൈവം ജീവിക്കുന്നു എന്ന ബോധ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, രക്ഷിപ്പാതിരിപ്പാൻ അവന്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാതിരിക്കുവാൻ അവന്റെ കാതുകൾ മന്ദമായിട്ടില്ല. യോഹന്നാൻ 6:37 യേശു കർത്താവ് പറയുന്നു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. എബ്രായർ 13:8 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്, അനന്യനാണ്. ഹല്ലേലൂയ. ദൈവം, പിതാവായ ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ഇന്നും അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് എനിക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ നിലനിൽക്കുകയും അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ ആ വിശ്വാസത്തോടെ കടന്നു വരികയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മേലാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. പഴയ നിയമ ഇസ്രായേൽ സഭയുടെ നായകനായിരുന്ന മോശ, എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, വിശ്വാസത്താൽ മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. ജീവിതത്തിൽ നിങ്ങളെ ഇളക്കുന്ന, നിങ്ങളെ ആട്ടുന്ന, നിങ്ങളെ കുലുക്കുന്ന, നിങ്ങളുടെ മൈൻഡിനെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ വിശ്വാസത്താൽ ചിലത് കണ്ടുകൊണ്ട് ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. പിറകിൽ കടന്നു വരുന്ന ഫറവോനെയും സൈന്യത്തെയും ശത്രുവിന്റെ ആരവാരത്തെയും ശത്രുവിന്റെ ബലത്തെയും പിശാചിന്റെ ആ സന്നാഹത്തെയും അല്ല മോശ കണ്ടത്. പ്രതിസന്ധികൾ വന്നപ്പോൾ, വിഷയങ്ങൾ വന്നപ്പോൾ, പ്രതികൂലം വന്നപ്പോൾ ചെങ്കടൽ അവരുടെ മുമ്പിൽ ആർത്തട്ടഹസിച്ച് അത് വലിയ തിരകൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിറകിൽ ഫറവോനും സൈന്യവും ആർത്തു വിളിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് വരുമ്പോൾ വിശ്വാസത്താൽ മോശ ഫറവോനെ അല്ല കണ്ടത്, വിശ്വാസത്താൽ മോശ പ്രതിസന്ധി അല്ല കണ്ടത്, വിശ്വാസത്താൽ മോശ സാഹചര്യങ്ങൾ വഷളായതല്ല കണ്ടത്, വിശ്വാസത്താൽ മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. രണ്ട് വാക്കുകൾ യേശു ഇതിൽ എടുത്തുദ്ധരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 36-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു വേർഡ്. അതൊന്ന് വായിക്കാമോ വാക്യം? യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. മർക്കോസ് അത് എഴുതി വെച്ചപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡ് പരിശുദ്ധാത്മാവോട് എഴുതി. യേശു ആ വാക്ക് കാര്യമാക്കാതെ. മർക്കോസ് സുവിശേഷത്തിൽ ആ പദം നമ്മൾ കാണുന്നില്ല, ലൂക്കോസ് സുവിശേഷത്തിൽ ആ പദം നമ്മൾ കാണുന്നില്ല, മർക്കോസിൽ നാം അത് കാണുന്നു. യേശു ആ വാക്ക് കാര്യമാക്കാതെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, യേശു ആ സാഹചര്യം കാര്യമാക്കാതെ, യേശു ആ വാക്ക് കാര്യമാക്കാതെ
യേശു ആ സംഭവം കാര്യമാക്കാതെ, അതെ, നിന്റെ മനസ്സിനെ ഇടിച്ചു കളയാൻ വെളിപ്പെടുന്ന സംഭവങ്ങളെ നീ കാര്യമാക്കാതിരുന്നാൽ അതിനകത്ത് അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വരും. വാവ്! നിങ്ങളുടെ കയ്യിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. ആ മെഡിക്കൽ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് ഇന്ന രോഗമെന്ന് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ആ വാക്ക് കാര്യമാക്കാതെ വിശ്വസിച്ചാൽ അതിനകത്ത് അത്ഭുതം നടക്കും. നമ്മൾ പല ഇൻസിഡൻസുകളും പല വിഷയങ്ങളും നമ്മൾ കാര്യമാക്കുന്നതാണ്, സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ് പിശാചിന്റെ ജയം. നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് പിശാച് ഇത്ര സീരിയസ് ആയിട്ടത് ചെയ്തത്. പക്ഷേ നമ്മളത് സീരിയസ് ആക്കാതെ നെവർ ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. ഇന്ന് പകൽ ആ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് മുൻപോട്ട് ഓടിയാൽ ജയം നിങ്ങളുടെ കയ്യിലാണ്. Glory to God. ശത്രു നിങ്ങളുടെ ചെവിയിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ രക്ഷപ്പെടുകയില്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തില്ല. നിങ്ങളെ നോക്കി ചിലർ പറഞ്ഞു, നിനക്ക് എതിരെ ഞാൻ ആഭിചാരം ചെയ്യുന്നുണ്ട്, നിനക്കെതിരെ മന്ത്രവാദങ്ങൾ ചെയ്യുന്നുണ്ട്, നിന്റെ കുടുംബം നശിക്കാനുള്ളത് മുഴുവൻ ശത്രു ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ വാക്ക് അകത്തോട്ട് കയറണം. യേശു ആ വാക്ക് കാര്യമാക്കാതെ, യേശു ആ വാക്ക് കാര്യമാക്കാതെ ഇന്ന് പകൽ ഇതിനെ കാര്യമാക്കാൻ നിന്നാൽ ഇതിനെ കാര്യമാക്കാനേ സമയം കാണൂ. പക്ഷെ നിനക്ക് വേറെ പലതും ചെയ്യാനുണ്ട്. Come on church. Hallelujah. Glory to God. വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രവൃത്തിയാണ് സാഹചര്യങ്ങളെ അവർ കാര്യമാക്കുകയില്ല. എഗസ്കേൽ എന്ന പ്രവാചകനെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞൊരു താഴ്വരയിൽ സർവശക്തനാകുന്ന ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവന്ന് നിർത്തി. അസ്ഥി താഴ്വരയിലൂടെ അവനെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. എന്നിട്ട് പ്രവാചകനോട് ദൈവം ചോദിക്കുന്നു, പ്രവാചകനെ, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? സാഹചര്യം നോക്കിയാൽ nothing to happen. കാരണം ഇത് ഉണങ്ങിയ അസ്ഥികളാണ്. പക്ഷെ യഹോവയാകുന്ന ദൈവം പ്രവാചകനോട് പറയുന്നു, നീ അസ്ഥികളെ നോക്കി പ്രവചിക്കുക. പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫ്യൂച്ചർ പറയാൻ, ഭാവി പറയാൻ. ഹല്ലേലൂയ. ഈ അസ്ഥിക്ക് ഫ്യൂച്ചർ പോയിട്ട് ഫിഗർ പോലും ഇല്ല. അസ്ഥിയെ നോക്കി ഫ്യൂച്ചർ പറയാൻ ദൈവം പറഞ്ഞേ, ഇതിന് ഫ്യൂച്ചർ പോയിട്ട് ഫിഗർ പോലും ഇല്ല. ഡിസോർഡറായി കിടക്കുന്ന അസ്ഥികളാണ്. മനുഷ്യൻ എപ്പോഴും ഒരാളെ നോക്കി ഫ്യൂച്ചർ പറയുന്നത് അവന്റെ ഫിഗർ നോക്കിയാണ്. വണ്ടർഫുൾ, താങ്ക് യു ജീസസ്. പക്ഷെ ദൈവം ഒരാളെ നോക്കി ഫ്യൂച്ചർ പറയുന്നത് അവന്റെ ഫിഗർ നോക്കിയല്ല, അവന്റെ ഫെയ്ത്ത് നോക്കിയാണ്. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള വിശ്വാസങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസമുണ്ട്, വലിയ വിശ്വാസമുണ്ട്. നോക്കാം, ഇപ്പോൾ എടുത്ത അധ്യായത്തിന്റെ 48-ാമത്തെ വാക്യം. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 വർഷമായി രക്തസ്രവമുള്ളവളും മുതൽ മുഴുവൻ വിറ്റ് ചികിത്സിച്ചിട്ടും സൗഖ്യം വരാത്തവളുമായ ഈ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിലെങ്കിലും തൊട്ടാൽ അവൾക്ക് സൗഖ്യമുണ്ടാകും എന്നവൾ വിശ്വസിച്ചു. അവൾ വിശ്വസിച്ച ഒരു കാര്യം ഇതാണ്, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കൽ തൊടുമ്പോൾ ഈ 12 വർഷമായി നിൽക്കുന്ന ഈ രോഗം എന്നെ വിട്ടുമാറും. അവൾ ഒത്തിരി കാര്യം വിശ്വസിച്ചില്ല, ഒരു കാര്യം വിശ്വസിച്ചു. അതാണ് നമ്മൾ ആദ്യം കാണിച്ചത് വിശ്വാസം. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ, ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന, ഫെയ്ത്ത് പ്രൊക്ലൈം ചെയ്യുന്ന, വിശ്വാസം ഉയർത്തി ദൈവത്തോട് പറയുന്നതാണ് വിശ്വാസം. എന്നാൽ എന്താണ് വലിയ വിശ്വാസം? ഓക്കെ, വലിയ വിശ്വാസം എന്താണെന്ന് പഠിപ്പിക്കാൻ വിശുദ്ധ ബൈബിളിൽ നിന്ന് അപ്പോസ്തലന്മാരെയോ പ്രവാചകന്മാരെയോ ആരെയും ഞാൻ എടുക്കുന്നില്ല. ഒരു സ്ത്രീയെ തന്നെ കൊണ്ടുവരാം. ഇപ്പോൾ ഒരു സ്ത്രീയുടെ വിശ്വാസമാണ് നിങ്ങൾ കേട്ടത്. അവൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അവളുടെ രക്തസ്രവം എന്ന രോഗം നിൽക്കുമെന്ന്. എന്നാൽ വലിയ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ മറ്റൊരു സ്ത്രീയെ ഞാൻ കൊണ്ടുവരുന്നു. അവളുടെ പേരാണ് കനാന്യ സ്ത്രീ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 23 മുതലുള്ള വാക്യത്തിൽ അവളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരും എന്നെ ശ്രദ്ധിക്കാം.
ഒരു കനാനി സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഗുരു, എന്റെ മകൾക്ക് ഭൂത ഉപദ്രവമുണ്ട്, നീ അവളെ സൗഖ്യമാക്കണം. യേശു കർത്താവ് പറയുന്നു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. ഉടനെ കനാനി സ്ത്രീ പറയുകയാണ്, മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്ക് നിന്ന് നായ്ക്കുട്ടികളും ജീവിക്കുന്നല്ലോ. വാവ്! യേശു അത് കേട്ടാറേ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലൊക്കെ നിനക്ക് ഭവിക്കട്ടെ. രക്തസ്രവക്കാരിയായ സ്ത്രീക്ക് വിശ്വാസമുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, അവന്റെ വസ്ത്രത്തിന് തൊങ്കൽ തൊട്ടാൽ എന്റെ ഈ രോഗം മാറും. എന്നാൽ കനാനി സ്ത്രീക്ക് ഉണ്ടായിരുന്നത് വിശ്വാസമല്ല. യേശു അത് കേട്ടാറേ, ഭയപ്പെടണ്ട സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. കമോൺ, വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലൊക്കെ നിനക്ക് ഭവിക്കട്ടെ. എന്താണ് അതിന്റെ അർത്ഥം? വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച കാര്യത്തിൽ മാത്രം വിടുതൽ. എന്നാൽ വലിയ വിശ്വാസമാണെങ്കിൽ ചോദിച്ചതിൽ മാത്രമല്ല, നിന്റെ ഇഷ്ടം പോലൊക്കെ, നിന്റെ ഇഷ്ടം പോലൊക്കെ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. വലിയ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താണ്? നിന്റെ ഇഷ്ടം പോലൊക്കെ നിനക്ക് ഭവിക്കട്ടെ. വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചതിൽ മാത്രം ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നു. ഒരു പ്രത്യേക കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഫെയ്ത്ത് പ്രൊക്ലെയിം ചെയ്യുമ്പോൾ അതിനകത്ത് ദൈവപ്രവൃത്തി നടക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങളുടെ അകത്ത് ഒരു വലിയ വിശ്വാസമുണ്ടെങ്കിൽ, യേശു കർത്താവ് മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 22, 23, 24 വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തോടെ ഈ മലയോട് ചാടി കടലിലേക്ക് പോക എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ സംഭവിക്കും. യേശു കർത്താവ് പറഞ്ഞത് മലയോട് പറയാനാ, മലയെക്കുറിച്ച് പറയാനല്ല. യേശു പറഞ്ഞത് മലയോട് പറയാനാ, മലയെക്കുറിച്ച് പറയാനല്ല. യേശു പറഞ്ഞത് പ്രശ്നത്തോട് പോകാൻ പറയാനാ, പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി, വിശ്വാസത്താൽ അവർ നീതി നടത്തി, വിശ്വാസത്താൽ അവർ സിംഹത്തിന്റെ വായ അടച്ചു, വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി, വിശ്വാസത്താൽ അവർ എരികോ മതിലിനെ നിലംപരിചാക്കി. ഈ ലൈറ്റുകളെല്ലാം വളരെ നന്നായി പ്രകാശിച്ചു നിൽക്കുന്നു. എന്താണ് അതിന്റെ കാരണം? ഈ ലൈറ്റുകൾക്ക് വേണ്ടുന്ന പവർ ഇതിനകത്ത് വരുന്നുണ്ട്. ജനറേറ്ററിലൂടെ ഇത്രയും ഹൈ പവർ ഈ ലൈറ്റിലേക്ക് വരുന്നുണ്ട്. ഇത്രയും പവർ ഈ ലൈറ്റിൽ കയറി നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും വെളിച്ചം ഈ പ്ലാറ്റ്ഫോമിലുള്ളത്. എന്നാൽ ഇതിന്റെ വോൾട്ടേജ് കുറഞ്ഞാൽ, ജനറേറ്ററിന്റെ ആ കപ്പാസിറ്റി കുറയാൻ തുടങ്ങിയാൽ ഇത് മങ്ങി തുടങ്ങും. ഇതുപോലെയാണ് നിങ്ങളുടെ മുഖവും. ഈ ലൈറ്റ് പോലെയാണ് നിങ്ങളുടെ മുഖവും. നിങ്ങളുടെ അകത്ത് ഉയർന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ അബ്രഹാമിനെ പോലെ നിങ്ങളുടെ മുഖം നല്ല തേജസ് കൊണ്ട് നിറയും. നിങ്ങളുടെ അകത്ത് വിശ്വാസം ഇടിഞ്ഞു പോയെങ്കിൽ പിന്നെ നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ നോക്കുന്നവനും കൂടെ സങ്കടം വരും. ഈ കനാനി സ്ത്രീയുടെ വിഷയം ഞാൻ ദൈവസന്നിധിയിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിനോട് എനിക്ക് തന്നൊരു റെവലേഷൻ, യേശു അവളെ നോക്കിയിട്ട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. കർത്താവ് ഇത്രയും അധികം എക്സൈറ്റഡ് ആയി, ആശ്ചര്യപ്പെട്ട് ഇത് പറയാനുള്ളതിന്റെ റീസൺ എന്താണ്? അതിന് തക്കവണ്ണം അവൾ എന്താണ് പറഞ്ഞത്? അവൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, മേശയിൽ നിന്ന് വീഴുന്ന അപ്പത്തിന്റെ നുറുക്കും തിന്ന് നായ്ക്കുട്ടികൾ ജീവിക്കുന്നല്ലോ. കൂടെ നിന്ന 12 ശിഷ്യന്മാർക്ക് ഈ വിഷയം എന്താണെന്ന് മനസ്സിലായില്ലേലും വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിന് അവൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി. പലപ്പോഴും നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ജഡീകരായവർക്ക്, കൂടെ നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ മറ്റ് അയൽപക്കത്തുള്ളവർക്ക്, നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾക്ക്, കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് പോലും ഒരു പക്ഷേ നിങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ മനസ്സിലായെന്ന് വരില്ല. എന്നാൽ ഇതിനെ മനസ്സിലാക്കാൻ കഴിവുള്ള, അതിനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവനാണ് വിശ്വാസത്തിന്റെ നായകൻ. ഹല്ലേലൂയ. ഈ സഹോദരി കനാന്യ വർഗത്തിൽപ്പെട്ടവളാണ്. അതുകൊണ്ടാണ് ഒരു കനാനി സ്ത്രീ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. യഹൂദരും കനാന്യരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ദീർഘവർഷങ്ങളായി യഹൂദർക്ക് കനാന്യരോട് താല്പര്യമില്ല. കനാന്യർ യഹൂദരെ ആശ്രയിക്കില്ല.
ദീർഘ വർഷങ്ങളായി ഒറ്റ കനാന്യരും യഹൂദന്മാരിൽ നിന്ന് ഒരു നന്മയും അനുഭവിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കനാന്യ സ്ത്രീ യഹൂദ ഗോത്രത്തിൽ ജനിച്ച യേശു കർത്താവിന്റെ അടുക്കൽ വരുന്നത്. യേശുവിനോട് വന്ന് പറയുന്നു, എൻ്റെ മകൾക്ക് ഭൂത ഉപദ്രവമുണ്ട്, നീ അവളെ സൗഖ്യമാക്കണം. യേശു കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. വാസ്തവമായും യേശു കർത്താവ് അവളോട് പറഞ്ഞത് അവളെ ഒരു നായ്ക്കുട്ടിയോട്, അവളുടെ മകളെ ഒരു നായ്ക്കുട്ടിയോട് ഉപമിച്ചതാണ്. പക്ഷെ അവൾ വിട്ടില്ല. ഹല്ലേലൂയ. അവൾ പറഞ്ഞു, മേശയിൽ നിന്ന് വീഴുന്ന അപ്പത്തിന്റെ നുറുക്കും തിന്ന് നായ്ക്കുട്ടികളും ജീവിക്കുന്നല്ലോ. കമോൺ. ഇതാണ് അവൾ പറഞ്ഞ വാക്കിനകത്ത് യേശു ഒറ്റ സെക്കൻഡ് കൊണ്ട് മനസ്സിലാക്കിയ വെളിപ്പാട്. മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കും നിന്ന് നായ്ക്കുട്ടികളും ജീവിക്കുന്നല്ലോ. 4-5 സെക്കൻഡിനകത്തുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് 5 തലമുറ കാണാത്ത വിടുതൽ അവളിലേക്ക് കൊണ്ടുവന്നത്. കനാന്യ വർഗം 5 തലമുറ അല്ലെങ്കിൽ 500 തലമുറ കാണാത്ത വിടുതൽ, അത്ഭുതം 5 സെക്കൻഡ് കൊണ്ട് അവൾ വിശ്വാസത്തിന്റെ നായകനിൽ നിന്ന് റിസീവ് ചെയ്തു. ആഹാര സാധനം എടുത്ത് ടേബിളിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പൂച്ച അല്ലെങ്കിൽ ഈ നായ്ക്കുട്ടി ആ ഫുഡിന്റെ മുമ്പിൽ പോകും, അല്ലെങ്കിൽ അതിന്റെ പുറകെ വന്ന് ആ ഡൈനിങ് ടേബിളിന്റെ അടിയിൽ വന്ന് കിടക്കും. അതുപോലെ യേശു എപ്പോൾ ആ പട്ടണത്തിൽ വന്നോ അപ്പോൾ തന്നെ അവൾ യേശുവിനെ കാണാൻ അവന്റെ അടുക്കൽ വന്നു. അവളുടെ മതം നോക്കിയില്ല, അവളുടെ ജാതി നോക്കിയില്ല, അവൾ കനാന്യ വർഗത്തിലുള്ളവൾ എന്ന് നോക്കിയില്ല. ഇന്ന് രാത്രിയിൽ ഒരു സത്യം ഞാൻ പറയാം, ദൈവ സ്നേഹത്തിന്റെ മുമ്പിൽ, ദൈവശക്തിയുടെ മുമ്പിൽ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, വ്യത്യാസങ്ങളില്ല. കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നു. അപ്പോൾ അതുപോലെ യേശു അവളെ ഇപ്പോൾ ഈ നായ്ക്കുട്ടിയോട്, ഈ പൂച്ചയോടാണ് ഉപമിച്ചത്. അവൾ 5 സെക്കൻഡ് കൊണ്ട് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് 5 മണിക്കൂർ പ്രസംഗിച്ചാൽ തീരുന്നതല്ല. എന്നാൽ അവൾ 5 സെക്കൻഡ് കൊണ്ട് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് 5 സെക്കൻഡിനുള്ളിൽ യേശു കർത്താവ് ഇത്രയും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. ലിസൺ ടു ദിസ്. യേശു അവളെ ഉപമിച്ചത് നായ്ക്കുട്ടിയോട്. നിങ്ങൾക്ക് മനസ്സിലാകാനാ പൂച്ചയെന്നൊക്കെ ഞാൻ പറയുന്നത്. ഓക്കെ, എനിവേ, ഈ നായ്ക്കുട്ടി അല്ലെങ്കിൽ ഈ പൂച്ച ഈ ഡൈനിങ് ടേബിളിന്റെ അടിയിൽ വന്നു കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും എന്നറിയാമോ? ആ ഡൈനിങ് ടേബിളിന്റെ അടിയിൽ അവൻ വന്ന് കിടന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കും, ഇന്ന് അവന്റെ യജമാനൻ ഏത് ചെയറിലാണ് ഇരിക്കുന്നത്. വിരുന്നുകാരുണ്ടാകും, മക്കളുണ്ടാകും, ഭാര്യ ഉണ്ടാകും, സഹോദരങ്ങളുണ്ടാകും. പക്ഷേ ആ പൂച്ച അല്ലെങ്കിൽ ആ നായ തിരയുന്നത് യജമാനന്റെ കാലുകളാണ്. ഓക്കെ, എന്നിട്ട് ആ കാല് ലക്ഷ്യമാക്കി ചെന്ന് ആ കാൽപാദത്തിൽ കിടക്കും. ഇത്രയും ശിഷ്യന്മാർ, ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നിട്ടും ഈ കനാന്യ സ്ത്രീ അവരിലൊന്നും ആശ്രയിക്കാതെ അവൾ ചെന്നത് യേശുവിന്റെ അടുക്കലേക്കാണ്. ദൈവമക്കളെ തിരിച്ചറിയുക, എല്ലാ പാദപീഠത്തിലും വിടുതലില്ല, വിടുവിക്കുവാൻ കഴിയുന്നവന്റെ പാദത്തിൽ വരണം. ആ പാദത്തിൽ വന്ന് ഈ പൂച്ച എന്ത് ചെയ്യും, അല്ലെങ്കിൽ നായ എന്ത് ചെയ്യും? മുട്ടി ഉരുമിയും അവൻ വിവരം അറിയിക്കും. മുകളിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഓർക്കണം, താഴെ ഒരാളുണ്ടേ. യേശു കർത്താവ് എപ്പോൾ ആ പട്ടണത്തിൽ വന്നോ അപ്പോൾ മുതൽ കനാന്യ സ്ത്രീ യേശുവിനെ അനുഗമിക്കുകയും യേശുവിനോട് കാര്യങ്ങൾ പറയുകയും യേശുവിനെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. ഒരു കാര്യം ഉറപ്പാണ്, വിശപ്പുള്ള പൂച്ചയാണെങ്കിൽ വെറുതെ കിടക്കത്തില്ല. അവൻ വന്നു എന്ന് മുട്ടി ഉരുമിക്കൊണ്ടേയിരിക്കും. പ്രാപിക്കാൻ വന്ന വ്യക്തിയാണെങ്കിൽ കൈകെട്ടി ഇരിക്കത്തില്ല, അവൻ ചോദിച്ചോണ്ടേയിരിക്കും. ഇന്ന് പകൽ വിശ്വാസം അകത്തുണ്ടോ? പ്രത്യാശ അകത്തുണ്ടോ? പ്രതിസന്ധികളെ നീ വകവയ്ക്കത്തില്ല, നിന്ദകളെ നീ വകവയ്ക്കത്തില്ല, പരിഹാസങ്ങളെ നീ വകവയ്ക്കത്തില്ല. നിന്റെ വിഷയം പരിഹാസമല്ല, നിന്റെ വിഷയം നിന്ദയല്ല, നിന്റെ വിഷയം യേശുവാ. എന്നാൽ അവൾ ലജ്ജ കൂടാതെ മുട്ടി. ആ പൂച്ച ലജ്ജ കൂടാതെ കിടക്കുന്നത് പോലെ അവൾ ലജ്ജ കൂടാതെ യേശുവിന്റെ അടുക്കൽ നിന്നു. ആ വാക്കുകളുടെ മുമ്പിൽ അവൾ പതറിപ്പോയില്ല, അവൾ വിശ്വാസം പ്രഖ്യാപിച്ചു. എന്താ സംഭവിക്കുന്നത്? അടുത്ത മിനിറ്റിൽ ഈ ഡൈനിങ് ടേബിളിന്റെ കീഴിൽ നിന്ന് ഈ പൂച്ച അല്ലെങ്കിൽ നായ ഇറങ്ങി വന്ന് യജമാനെ ദയനീയമായി ഒന്ന് നോക്കുമ്പോൾ യജമാനന്റെ ഉള്ള വലിയും, യജമാനന്റെ മനസ്സലിയും. ഞാൻ നിന്ദിച്ചു പോയില്ല, ഞാൻ വഴക്ക് പറഞ്ഞു പോയില്ല, ഞാൻ ചവിട്ടി പോയില്ല.
ഓ ഹല്ലേലൂയ. ഞാൻ ചില പ്രതികൂലങ്ങളെ അയച്ചു പോയില്ല, എൻ്റെ പാദത്തിൽ തന്നെ നിന്നു, എനിക്ക് വേണ്ടി തന്നെ നിന്നു. അതുകൊണ്ട് നിനക്ക് വേസ്റ്റ് അല്ല, യജമാനന്റെ പാത്രത്തിനകത്ത് നിന്ന്. വണ്ടർഫുൾ. യജമാനന്റെ പാത്രത്തിൽ നിന്ന് വീഴുന്ന വേസ്റ്റിന് വേണ്ടിയാണ് നീ വന്നതെങ്കിൽ, ഒരുപാട് രോഗികളെ സൗഖ്യമാക്കുന്ന കൂട്ടത്തിൽ എൻ്റെ മകളെയും കൂടെ സൗഖ്യമാക്കണം, വീഴുന്ന ഒരു അപ്പനുറുക്കിന് വേണ്ടിയാണ് വന്നതെങ്കിൽ, നീ അവന്റെ പാദത്തിൽ കിടന്നതിനാൽ ഇപ്പോൾ വീഴുന്നത് വേസ്റ്റ് അല്ല. എന്താണ് ഈ അപ്പത്തിന്റെ പ്രത്യേകത? യജമാനന്റെ പിതാവായ ദൈവത്തിന്റെ പാത്രത്തിൽ നിന്ന് വീഴുന്ന ഈ അപ്പത്തിന്റെ പ്രത്യേകത എന്താണ്? നിനക്ക് മുൻപും ഇതാർക്കും കിട്ടിയിട്ടില്ല, നിനക്ക് ശേഷവും ഇതാർക്കും കിട്ടില്ല, ഇത് നിനക്ക് മാത്രമുള്ളതാണ്. വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? ഇതാ ദൈവം നിനക്കായി ഒരു അത്ഭുതം ചെയ്യും. ദൈവം നിന്റെ കുടുംബത്തിനായി ഒരു മാന്യത കൽപ്പിക്കും. ദൈവം നിനക്കായി ഒരു വഴി തുറക്കും. യേശു പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലൊക്കെ നിനക്ക് ഭവിക്കട്ടെ. അതിന്റെ പ്രത്യേകത എന്നാന്നറിയാം? ഒരപ്പനുറുക്ക് വീഴാനാ ഇച്ചിരി സമയം എടുക്കുന്നേ. ഒരപ്പനുറുക്ക് വീണാൽ അത് തന്നവൻ നിന്നെ നോക്കും, നീ അതെങ്ങനെ ഭക്ഷിക്കുന്നുവെന്ന്. വിശപ്പോടുകൂടെ ആവേശത്തോടുകൂടെ നീ അത് ഭക്ഷിക്കുന്നത് കണ്ടാൽ, നീ അത് ഉപയോഗിക്കുന്നത് കണ്ടാൽ, പിന്നെ നിനക്ക് അപ്പനുറുക്കിന്റെ ബഹളവാ. ഇന്ന് രാത്രി ദൈവം നിന്നെ അനുഗ്രഹിച്ച് ശത്രുക്കൾ കാണുക മേശ ഒരുക്കി പരിഹസിച്ചവന്റെ വായ അടയത്തക്ക നിലയിൽ സ്വർഗം നിന്നെ കൈപിടിച്ച് ഉയർത്തി മാനിക്കുന്ന ദൈവമത്രേ. വാവ്. മനുഷ്യന്റെ മുഖത്ത് നോക്കി നീ കാല് വെക്കരുത്, സാഹചര്യത്തെ നോക്കി കാല് വെക്കരുത്, പ്രതിസന്ധികളെ നോക്കി കാല് വെക്കരുത്. നിന്നോട് സംസാരിച്ചവനെ നോക്കി നീ കാല് വെക്കാമെങ്കിൽ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ജയമുണ്ട്. ദൈവത്തിന്റെ പവർ എത്ര വലുതാണ്, അവന്റെ അഭിഷേകത്തിന്റെ ശക്തി എത്ര വലുതാണ്. വണ്ടർഫുൾ. അപ്പോസ്തലനായ പൗലോസ് ഇതുപോലൊരു മീറ്റിംഗിൽ നിൽക്കുമ്പോൾ അവന് പൗലോസ് അപ്പോസ്തലന് ഇറങ്ങി വന്ന് ജനത്തെ തൊടാൻ കഴിയാത്തവണ്ണം തിക്കും തിരക്കും. താൻ എന്ത് ചെയ്തു? തൻ്റെ മുകളിൽ കിടന്ന റൂമാൽ, ഹാൻകർച്ചീഫ് താൻ എടുത്ത് ജനത്തിന്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ ഹാൻകർച്ചീഫ് മേളിൽ വീണവരെല്ലാം സൗഖ്യമായി. ഈ ഹാൻകർച്ചീഫ് ആരെയൊക്കെ തൊട്ടു, ആരെയെല്ലാം മുകളിൽ വന്നു, അവർക്കെല്ലാം അത്ഭുത വിടുതലുണ്ടായി. നോക്കൂ, ഒരു അഭിഷിക്തന്റെ മുകളിൽ കിടന്ന, ഒരു അഭിഷിക്തന്റെ കയ്യിലിരുന്ന ഒരു ഹാൻകർച്ചീഫ് അഭിഷേകത്തെ വഹിച്ചു കൊണ്ടുപോയെങ്കിൽ, അഭിഷേകത്തെ ക്യാരി ചെയ്തുകൊണ്ട് പോയെങ്കിൽ, ജീവനില്ലാത്ത, കണ്ണില്ലാത്ത, മൂക്കില്ലാത്ത, ആത്മാവില്ലാത്ത, ശരീരമില്ലാത്ത ഒരു തുണി അഭിഷേകത്തെ വഹിച്ചുകൊണ്ട് പോയെങ്കിൽ, ജീവനുള്ള, കണ്ണുള്ള, ശരീരമുള്ള, മൂക്കുള്ള, ആരോഗ്യമുള്ള നീ എത്രയധികം. Once again I repeat that. ജീവനില്ലാത്ത, കണ്ണില്ലാത്ത, മൂക്കില്ലാത്ത, ആത്മാവില്ലാത്ത, ശരീരമില്ലാത്ത ഒരു തുണി അഭിഷേകത്തെ ക്യാരി ചെയ്തുകൊണ്ട് പോയെങ്കിൽ, ജീവനുള്ള, കണ്ണുള്ള, ആത്മാവുള്ള, അവന്റെ സാദൃശ്യത്തിലും അവന്റെ സ്വരൂപത്തിലും മെനഞ്ഞ നിന്റെ കൈ കൊണ്ട് ദൈവം എത്രയധികം ചെയ്യും. നിങ്ങളുടെ വിശ്വാസം ഒരു ഉയർന്ന അളവിലേക്ക് വരട്ടെ. Thank you, Father God. Thank you, Holy Ghost. Please stand in your feet and everyone here. Proclaim your faith tonight. നിങ്ങളുടെ വിശ്വാസത്തെ വാ തുറന്ന് പ്രഖ്യാപിച്ചാട്ടെ. മത്തായി 21:22 ബൈബിൾ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. വായുകളെ തുറന്ന് നിങ്ങളുടെ വിശ്വാസത്തെ പ്രഖ്യാപിച്ചാട്ടെ. രോഗത്തിനോ, ശാപത്തിനോ, പാപത്തിനോ, കടത്തിനോ ഒന്നും ഞാൻ ഇനി അധീനനല്ല. I am more than conqueror in Christ. ക്രിസ്തുവിൽ ഞാൻ ജയാളിയാണ്. വായി തുറന്ന് പറയുക, ക്രിസ്തുവിൽ ഞാൻ ജയാളിയാണ്. സാഹചര്യങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. മനുഷ്യന്റെ വാക്കുകൾക്ക് എന്നെ നിരുത്സാഹപ്പെടുത്താൻ കഴിയുകയില്ല.
ശത്രുവിനെ എന്നെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. എന്റെ മേലോ എന്റെ കുടുംബത്തിന്റെ മേലോ പിശാചിന് യാതൊരു അധികാരങ്ങളുമില്ല. കാരണം എന്റെ അകത്ത് വലിയ വിശ്വാസമുണ്ട്. ദൈവം എന്നെ മാനിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി മേലാൽ കാണുകയില്ലെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആമേൻ, ഇന്ന് കണ്ട പ്രതിസന്ധികൾ നാളെ ഞാൻ കാണുകയില്ലെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ബൈബിൾ പറയുന്നു, എന്റെ നീതിമാൻ അവൻ വിശ്വാസത്താൽ ജീവിക്കും. അവൻ സാഹചര്യങ്ങളെ കണ്ട് ജീവിക്കുമെന്നല്ല, എന്റെ നീതിമാൻ അവൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ, പുറകോട്ട് പോകുന്നെങ്കിൽ എനിക്ക് അവനിൽ പ്രസാദമില്ല. അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അബ്രഹാം അറിഞ്ഞിട്ടും തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചു എന്ന് താൻ ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ അവൻ ക്ഷീണിച്ചില്ല. സാറയിലേക്ക് നോക്കിയാൽ അവളുടെ മുഖം അബ്രഹാമിനെ ക്ഷീണിപ്പിക്കുന്നു. അബ്രഹാമിന്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ ആ സാഹചര്യം അവന്റെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്നു. പക്ഷെ ബൈബിൾ പറയുന്നു, ഇതൊന്നും കണ്ട അബ്രഹാം ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിക്കാൻ ശക്തനെന്നുറച്ചു. അതവന് നീതിയായി കണക്കിട്ടു.